ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു നമ്പറും ഒരു യൂണിറ്റും വേണമെന്ന് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ യൂണിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കണം. സിമ്പിളാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഉദാഹരണത്തിന് ലെങ്ത് ഒക്കെ ഇല്ലേ, ലെങ്ത്, മാസ്, വോളിയം, ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. കാരണം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഈ ചാപ്റ്ററിൽ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പഠിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ക്വാണ്ടിറ്റീസ് ദാറ്റ് വി ക്യാൻ മെഷർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അടുത്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ടൈപ്സ് ആണ്. ബേസിക്കലി 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഒന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ഫണ്ടമെന്റലും ഡിറൈവ്ഡും. ഓക്കെ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഫണ്ടമെന്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബേസിക് ആയിരിക്കും. ഡിറൈവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തെടുത്തതെന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ഡയറക്റ്റ് ബേസ് അല്ല, ബേസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതായത് ഇവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവരാണ് ബേസ്. ഇതിൻ്റെ മേളിലാണ് ബാക്കി നമ്മൾ ക്രിയേറ്റ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം അതർ ക്വാണ്ടിറ്റീസ്. അത്രേ ഉള്ളൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇതെല്ലാം എക്സാമ്പിളാണ്. ഇനിയുണ്ട് കുറേ എക്സാമ്പിൾസ്. സോ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുന്നത്. എത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, അതേപോലെ പറയാം. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? ക്വാണ്ടിറ്റീസ് ദാറ്റ് വി ക്യാൻ മെഷർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഫണ്ടമെന്റലും വേറൊരെണ്ണം ഡിറൈവ്ഡും. ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ ഇതാണ് ബേസ്. ഓക്കെ, ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറെ ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. ഇവരാണ് ബേസ്. ഇനി അടുത്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ പേരിലുള്ള പോലെ തന്നെ ഇത് ഡിറൈവ് ചെയ്തെടുത്താണ് നമ്മൾ. ആര് ഉപയോഗിച്ച്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച്. ദീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ദീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് ഒക്കെ ഇല്ലേ, ഇവരെല്ലാവരും നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്തും മാസും ടൈമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ 2 ടൈപ്പാണ്, ഫണ്ടമെന്റലും ഡിറൈവ്ഡും. ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ ബേസ് ആണ്. ഓക്കെ, ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പക്ഷേ ഡിറൈവ്ഡ് ആണെങ്കിലോ ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അത്രേ ഉള്ളൂ.